മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻ ചീഫ് സെക്രട്ടറി എം.കെ. എബ്രാഹിമിനെ ഭയമുണ്ടോ? ഈ ചർച്ച ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ വീണ എസ് നായരാണ്. ഞാൻ കിഫ്ബി CEO സ്ഥാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം. വായിച്ചു നോക്കിയപ്പോൾ ഒരു ഭീഷണി പോലെ തോന്നി. ഈ ചിന്ത കൊണ്ട് ചെന്നെത്തിച്ചത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ള SNC ലാവ്ലിൻ കേസിൽ CBI സാക്ഷി പട്ടികയിൽ ഉള്ള വ്യക്തിയാണ് KM എബ്രാഹിം. രേഖകൾ പരിശോധിച്ചപ്പോൾ SNC ലാവ്ലിൻ ഇടപാടിനെതിരെ മൊഴി നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ലാവ്ലിൻ ഇടപാട് നടക്കുന്ന കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായിരുന്ന KM എബ്രാഹിം CBIക്ക് കൊടുത്ത മൊഴിയിൽ സംശയങ്ങൾ ഉയർത്തുകയാണ് അഡ്വക്കേറ്റ് വീണ എസ് നായർ. വീണയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഡോക്ടർ KM എബ്രാഹിം സാറിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് മാസം 6.75 ലക്ഷം രൂപ നൽകുന്നത് എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മിടുക്കരായ IAS ഓഫീസർമാർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എബ്രാഹിം സാറിൻ്റെ ബുദ്ധി തന്നെ. റീ എംപ്ലോയ്മെന്റ് ഒഴിവാക്കി കിഫ്ബി CEO കരാർ നിയമനമാക്കി ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങാനുള്ള തന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് മൂവ് എന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ അഴിമതി കേസിൽ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹം ഇറക്കിയ കുറിപ്പിലെ ഒരു വാചകം കണ്ടപ്പോൾ ആ അഭിപ്രായം മാറി. ഞാൻ കിഫ്ബി CEO സ്ഥാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം. വായിച്ചു നോക്കിയപ്പോൾ ഒരു ഭീഷണി പോലെ തോന്നി. ഈ ചിന്ത കൊണ്ട് ചെന്നെത്തിച്ചത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ള SNC ലാവ്ലിൻ കേസിൽ CBI സാക്ഷി പട്ടികയിൽ ഉള്ള വ്യക്തിയാണ് KM എബ്രാഹിം. രേഖകൾ പരിശോധിച്ചപ്പോൾ SNC ലാവ്ലിൻ ഇടപാടിനെതിരെ മൊഴി നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ലാവ്ലിൻ ഇടപാട് നടക്കുന്ന കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായിരുന്ന KM എബ്രാഹിം CBIക്ക് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾക്ക് അനുസൃതമായി SBI അല്ലെങ്കിൽ ബാങ്കുകളുടെ കൺസോർഷ്യം എന്നിവയ്ക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കാൻ പാടുള്ളൂ. കാനഡയിലെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോലുള്ള വിദേശ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളിൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കാൻ പാടുള്ളതല്ല. KSEB വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാന സർക്കാർ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന് വായ്പ തിരിച്ചു നൽകേണ്ടി വരും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ 27.898 പുറത്തിറക്കിയ നിബന്ധനകൾക്ക് വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ നിബന്ധനകളെ മറികടക്കാനുള്ള തന്ത്രമാണ്. കാനേഡിയൻ കമ്പനികളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിന് മുൻപായി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സംസ്ഥാന ധനകാര്യ വകുപ്പ് എന്നിവയുമായി KSEB കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല. വായ്പ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കേരള സർക്കാരിൻ്റെ അനുവാദം വാങ്ങിച്ചിരിക്കണം. എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ വാങ്ങിയാൽ അതിൻ്റെ പലിശ നിരക്ക് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന 6.8% 18.6% ആയിരിക്കും. വിദേശ വായ്പകളിൽ വിവിധതരം അധിക ചാർജുകൾ വരുന്നതുകൊണ്ടാണ് ഈ വർധനവ്. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്താൽ ഭീമമായ ഈ നഷ്ടം ഒഴിവാക്കാമായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മാസപ്പടി ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന മുഖ്യൻ സ്വയം രാജിവെക്കാതെ എങ്ങനെ എബ്രാഹിം സാറിനോട് രാജിവെക്കാൻ പറയും? ഇനി നിങ്ങൾ പറയൂ, എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് അല്ലേ? വീണയുടെ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു.